വയനാട്ടിലെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ സ്വർണ്ണമോതിരങ്ങളും അമ്മയുടെ ഒരു മാസത്തെ പെൻഷനും നൽകി ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 25 വീടുകളുടെ ധനസമാഹരണത്തിലേക്കാണ് സഹായം നൽകിയത്. എം വിജിൻ എംഎൽഎക്ക് ഇവ കൈമാറി. വയനാട്ടിലെ ദുരിതബാധിതരെ ചേർത്ത് നിർത്തുകയാണ് നാടൊന്നാകെ. ഡിവൈഎഫ്ഐ 25 വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള ഒരുക്കത്തിലാണ്. അതിന്റെ ഫണ്ട് സമാഹരണത്തിലേക്കായി നിരവധി പേരാണ് സഹായവുമായി എത്തുന്നത്. പ്രളയകാലത്ത് ചെയ്തതിനു സമാനമായ സഹായങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ നൽകുന്നുണ്ട്. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്റെ 2 സ്വർണ്ണമോതിരങ്ങളും അമ്മ തങ്കമണിയുടെ ഒരു മാസത്തെ പെൻഷനുമാണ് ഫണ്ടിലേക്കായി നൽകിയത്. പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ 25 വീടുകൾ നിർമ്മിച്ച് നൽകുകയാണ്. അപ്പോൾ അതിൽ ഒരു പങ്കാളിയാവാൻ ഒരു ചെറിയൊരു പങ്കാളിത്തം നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലൊരു ഇതിന് മുതിർന്നത്. അപ്പോൾ അതിലും കൂടി പങ്കാളിയാവാൻ സാധിച്ചതിൽ ഏറെ അഭിമാനമുണ്ട്. എം വിജിൻ എംഎൽഎക്ക് ഇവ കൈമാറി. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തോട് ചേർന്നുകൊണ്ട് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവരുടെ സ്വർണ്ണമോതിരം ഈ ചലഞ്ചിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതോടൊപ്പം പ്രസിഡന്റിൻ്റെ അമ്മ അവരുടെ പെൻഷൻ തുകയും ഈ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ ഏൽപ്പിക്കുകയാണ്. തീർച്ചയായും ഏറെ മാതൃകാപരമായ പ്രവർത്തനമാണ്. നാട് മുഴുവൻ ഇത്തരത്തിലുള്ള സജീവമായ പ്രവർത്തനങ്ങൾ, കുഞ്ഞുമക്കൾ അവരുടെ സമ്പാദ്യ കുടുക്കുൾപ്പെടെ അങ്ങനെ പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ഈ പ്രവർത്തനത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ചടങ്ങിൽ കെ മോഹനൻ, ഒ വി പവിത്രൻ, ടി ടി സായന്ത്, പി പി അരുൺ, അമൽ പവനൻ, പി വി സജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.